ഡിയർ ഫ്രണ്ട്സ്, നമുക്കിന്ന് ജിയോജിബ്രയിലെ സ്ലൈഡർ ടൂൾ പരിചയപ്പെടാം. ആപ്ലിക്കേഷൻ എഡ്യൂക്കേഷൻ ജിയോജിബ്ര ഓപ്പൺ ചെയ്യുക. മുൻ ക്ലാസ്സിൽ പഠിച്ചതുപോലെ ആൽജിബ്ര ഇവിടെ ക്ലോസ് ചെയ്യുക. ഗ്രാഫ് ക്ലോസ് ചെയ്യുക. ഈ സ്കെയില് ഇവിടെ ക്ലോസ് ചെയ്യാം. ഇപ്പോൾ ഒരു ബ്ലാങ്ക് പേജ് കിട്ടി. ഇനി നമുക്ക് ഇവിടെ ഈ സ്ലൈഡർ എടുക്കാം. സ്ലൈഡർ ക്ലിക്ക് ചെയ്ത് പേജിൽ കൊണ്ടുവന്ന് ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും ഒരു ബോക്സ് വരും. ആ ബോക്സിനകത്ത് നമ്പർ ആണ് ഇവിടെ സെലക്ഷനായി കിടക്കുന്നത്. അത് എ എന്ന് ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ എ എന്നാക്കുക. എന്നിട്ട് ഇവിടെ ഇൻ്റർവെൽ നമുക്ക് 1 to 5 കൊടുക്കാം. നമ്മൾ ഇവിടെ കൊടുക്കുന്ന ഇൻ്റർവെൽ എത്രയാണോ അത്രയും ഇൻ്റർവെല്ലിലെ സ്ലൈഡർ ആയിരിക്കും നമുക്ക് ലഭിക്കുക. ഓക്കെ കൊടുക്കുക. ഇപ്പോൾ 1 to 5 വരെയുള്ള റീഡിംഗ് വരുന്ന ഒരു സ്ലൈഡർ ലഭിച്ചു. ഇനി നമുക്കിവിടെ സർക്കിൾ സെൻറ്റർ ആൻഡ് റേഡിയസ് ക്ലിക്ക് ചെയ്യുക. ഒന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ ഈ റേഡിയസിൻ്റെ അവിടെ എ എന്ന് കൊടുക്കുക. അതായത് ഈ സ്ലൈഡർ എ അനുസരിച്ച് റേഡിയസ് വരുന്ന ഒരു സർക്കിൾ വരയ്ക്കുക എന്ന് നമ്മളിപ്പോൾ കമ്പ്യൂട്ടറിനോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഓക്കെ. ഇപ്പോൾ A5 വരുന്ന ഒരു സർക്കിളാണ് വരച്ചത്. എ എന്ന് പറയുന്നത് റേഡിയസ്. ഇനി നമുക്ക് ഈ സ്ലൈഡർ മാറ്റി ഈ സർക്കിളിൻ്റെ റേഡിയസ് മാറ്റി സർക്കിൾ വലുതാക്കുകയോ ചെറുതാക്കുകയോ ചെയ്യാം. അതായത് ഈ സർക്കിളിൻ്റെ റേഡിയസ് നിയന്ത്രിക്കുന്നത് ഈ സ്ലൈഡർ മുഖാന്തരമാണ്. നമുക്ക് നോക്കാം. കണ്ടോ, റേഡിയസ് 1 to 5 വരെയുള്ള സർക്കിൾ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും വരയ്ക്കാം. ഇവിടെ നമുക്ക് വേറൊരു സർക്കിൾ കൊടുക്കാം. അതിന് ഒരു റേഡിയസ് എ എന്ന് ഇത് കൊടുത്തു. അവിടെയും ഒരു സർക്കിൾ വന്നു. ഈ സ്ലൈഡർ ഉപയോഗിച്ച് രണ്ടും നിയന്ത്രിക്കാൻ സാധിക്കും. പുതിയൊരു സ്ലൈഡർ കൂടെ ഇവിടെ കൊണ്ടുവരികയാണ്. ആ സ്ലൈഡർ ബി എന്ന പേര് ഓട്ടോമാറ്റിക്കായിട്ട് വന്നു. ഇവിടെ ഞാനത് 5 to 7 കൊടുക്കുകയാണ്. ഇനി ഈ സ്ലൈഡർ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഒരു സർക്കിൾ കൂടി വരയ്ക്കാം. സർക്കിൾ സെൻറ്റർ ആൻഡ് റേഡിയസ്. ഇവിടെ ഇപ്പോൾ റേഡിയസ് കൊടുക്കേണ്ട ലെറ്റർ ബി ആണ്. കാരണം ഈ സ്ലൈഡർ ഉപയോഗിച്ച് വേണം ഈ സർക്കിൾ വരയ്ക്കുമ്പോൾ പ്രവർത്തിക്കേണ്ടത്. ഓക്കെ. ഈ എ എന്ന സ്ലൈഡർ മാറ്റുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട സർക്കിൾ മാറുന്നത് കാണാം. ബി എന്ന സ്ലൈഡർ മാറ്റുമ്പോൾ ആ ബിയുമായിട്ട് ബന്ധപ്പെട്ട് വരച്ച സർക്കിൾ മാറുന്നതായിട്ട് കാണാം. 5 മുതൽ 7 വരെ റേഡിയസ് ഉള്ള സർക്കിളായിട്ട് മാറുന്നത് കാണാം. ഇവിടെ ഇപ്പോൾ മൗസ് ഉപയോഗിച്ചാണ് സർക്കിൾ നിയന്ത്രിക്കുന്നത്. ആനിമേഷൻ കൊടുത്താൽ മൗസ് ഉപയോഗിക്കാതെ ഈ സർക്കിളിനെ നിയന്ത്രിക്കാൻ സാധിക്കും. അതിന് ഈ പേജിൽ എവിടെയെങ്കിലും കൊണ്ടുവന്ന് റൈറ്റ് ക്ലിക്ക് കൊടുക്കുക. ആനിമേഷൻ ഓൺ കൊടുക്കുക. 1 to 5 റേഡിയസ് വരുന്ന സർക്കിൾ ആനിമേഷൻ രൂപത്തിൽ കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ ഈ പ്രതലത്തിൽ റൈറ്റ് ക്ലിക്ക് കൊടുക്കുക. ആനിമേഷൻ ഒന്നും കൂടി ക്ലിക്ക് ചെയ്താൽ ആനിമേഷൻ സ്റ്റോപ്പ് ആവുന്നതാണ്. ഇനി റൈറ്റ് ക്ലിക്ക് കൊടുത്ത് നമുക്ക് ഓബ്ജക്റ്റ് പ്രോപ്പർട്ടീസ് എടുക്കാം. അവിടെ സ്ലൈഡർ 1 to 5 കൊടുത്തത് കാണാം. സ്പീഡ് നമുക്ക് വേണമെങ്കിൽ കൂട്ടി കൊടുക്കാം. സ്പീഡ് 2.
3 ഇതിൻ്റെ റെഡ് കളർ ചേഞ്ച് ചെയ്യാം, ലൈനിൻ്റെ കളർ മാറ്റാം. ഇപ്പോൾ പോയിൻ്റ് കളർ ബ്ലൂവും, ലൈൻ സ്റ്റൈൽ 200, ലൈൻ തിക്നെസ് 5, കളർ ബ്ലൂ, 0.5 സൈസ് കളർ ഈ കളറാണ്. ലൈൻ ഒപ്പാസിറ്റി ചേഞ്ച് ചെയ്യാം. ഇത്രയും ചേഞ്ചസ് വരുത്തി പോയിൻറ്റിൻ്റെ കളർ മാറ്റി, സ്ലൈഡറിൻ്റെ ലൈൻ കളർ മാറ്റി. ഈ സർക്കിളിൻ്റെ ലൈൻ കളർ മാറ്റണം. അന്നേരം സർക്കിളിൽ കൊണ്ടുവന്ന് സെലക്ട് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് എടുക്കുക, ഓബ്ജക്റ്റ് പ്രോപ്പർട്ടീസ് എടുക്കുക, കളർ കൊടുക്കുക, കളർ ചേഞ്ച് ചെയ്യുക. ഒപ്പാസിറ്റി കൂട്ടണമെങ്കിൽ കൂട്ടി അകത്ത് ഒരു കളർ കൊടുക്കാം. ഇനി സ്റ്റൈല് ലൈൻ തിക്നെസ് കൂട്ടി കൊടുക്കാം. ലൈൻ തിക്നെസ് എന്ന് പറയുന്നത് ഈ ഔട്ടർ ലൈനാണ്. ലൈനിൻ്റെ ഒപ്പാസിറ്റി കുറച്ച് ഡാർക്കാക്കാം. ലൈനിൻ്റെ സ്റ്റൈല് വേണമെങ്കിൽ നമുക്ക് മാറ്റി ഈ രീതിയിലാക്കാം. അകത്തെ ഫില്ലിങ് മാറ്റാം. അങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ ചെയ്തത് സ്ലൈഡറിന് കളർ കൊടുത്തു, സർക്കിളിന് കളർ കൊടുത്തു. ഒന്നും കൂടി സെലക്ഷൻ ക്ലിക്ക് ചെയ്യുക, സ്ലൈഡർ ക്ലിക്ക് ചെയ്യുക, റൈറ്റ് സൈഡിൽ കൊണ്ടുവന്ന് ആനിമേഷൻ കൊടുക്കുക. സ്ലൈഡർ ക്ലിക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് റൈറ്റ് സൈഡിൽ കൊണ്ടുവന്ന് ആനിമേഷൻ കൊടുക്കേണ്ടത്. ആനിമേഷൻ സ്റ്റോപ്പാക്കി. ഈ പിക്ചറിൽ കൊണ്ടുവന്ന് ട്രൈ സോൺ കൊടുക്കുക. ഇനി ആനിമേഷൻ കൊടുത്ത് നോക്കാം. ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്നറിയാമോ? ഓരോ ലൈനും അവിടെ വരച്ച് വരികയാണ്. അന്നേരം ഇത് ആനിമേറ്റ് ചെയ്യുന്നതനുസരിച്ച് ആ ലൈൻ കളറ് കൂടി വരും. ഇതിനകത്ത് കൊണ്ടുവന്നൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ അത് മാറുന്നതാണ്. ഒരിക്കൽ ട്രേസ് ഓൺ കൊടുത്തിട്ട് ഒന്നും കൂടെ ട്രേസ് ഓൺ ക്ലിക്ക് ചെയ്താൽ ആ ട്രേസ് ഓൺ ഓഫ് ആവുന്നതാണ്. ട്രേസ് ഓൺ ഒന്നും കൂടെ ക്ലിക്ക് ചെയ്ത് സ്റ്റോപ്പാക്കുന്നു. വീണ്ടും ആനിമേഷൻ കൊടുക്കുന്നു. രണ്ടും തമ്മിലെ വ്യത്യാസം മനസ്സിലായല്ലോ. ട്രേസ് ഓൺ കൊടുക്കുമ്പോൾ ഈ പോക്കുന്ന സർക്കിൾ വരച്ച് വരുന്നു. ഇവിടെ ട്രേസ് ഓൺ കൊടുത്തില്ല, അതുകൊണ്ട് സർക്കിൾ അത് വരയ്ക്കാതെ തന്നെ ആനിമേറ്റ് ചെയ്ത് വരുന്നു. പുതിയൊരു പേജ് എടുക്കുകയാണ്. സ്ലൈഡർ എടുത്തു. സ്ലൈഡറിൽ ഇവിടെ 2 to 5 കൊടുത്തു. ഓക്കെ കൊടുത്തു. ഒരു സർക്കിൾ സെൻറ്റർ ആൻഡ് റേഡിയസ് ഇവിടെ വരച്ചു. അവിടെ എ എന്ന് അടയാളപ്പെടുത്തി. സ്ലൈഡർ എ എന്ന് അടയാളപ്പെടുത്തി. ഈ സ്ലൈഡർ അനുസരിച്ച് ഈ സർക്കിൾ മൂവ് ചെയ്യും. അല്ലെങ്കിൽ ആനിമേഷൻ കൊടുക്കാം. ആനിമേഷൻ അനുസരിച്ച് മൂവ് ചെയ്യും. ട്രേസ് ഓൺ കൊടുത്തു. ഇപ്പോൾ നമ്മൾ ഇത് മൂവ് ചെയ്യുന്നതനുസരിച്ച് അവിടെ അതേ റേഡിയസ് ഉള്ള സർക്കിൾ വരച്ച് വരുന്നതായിട്ട് കാണാം. ഇതാണ് ട്രേസ് ഓൺ കൊടുക്കുമ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. ഷോ ഓബ്ജക്റ്റ് കൊടുത്താൽ
ഇവിടുത്തെ സ്ലൈഡർ അപ്രത്യക്ഷമാവും. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.